റിപ്പീറ്റേഷൻ ഈസ് ദ മദർ ഓഫ് മാസ്റ്ററി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആവർത്തിച്ചുകൊണ്ട് ചെയ്യുന്നിരിക്കുന്ന സംഗതി ഒന്നിൻ്റെ മാസ്റ്ററിയാക്കാൻ നമുക്ക് കഴിയുന്നതാണ്. നമ്മൾ 18 അടവ് പഠിച്ചവരെയല്ല, 18 തവണ ആവർത്തിച്ചവരെയാണ് എനിക്ക് പേടി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഏതൊരു പ്രവൃത്തിയെയും, ഏതൊരു കാര്യങ്ങളെയും, ഏതൊരു ശീലങ്ങളെയും നമ്മൾ കൊണ്ടുവരുന്നത്, നമ്മളുടെ പോസിറ്റിവിറ്റിയിലേക്ക് അത് എത്തിക്കുന്നത് ആവർത്തിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്താണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ പല കഥകളും നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. എന്തിനാ ആദ്യം പറഞ്ഞ കഥ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ആവർത്തനം മനുഷ്യനൊരു ആവശ്യമുള്ള കാര്യമാണ്. നമ്മൾ ഒരു ദിവസം നമസ്കാരത്തെ 5 തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ചെയ്ത അതേ നിസ്കാരങ്ങൾ നാളെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ചെയ്ത അതേ പല കാര്യങ്ങളും നാളെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ബ്രെയിനും ആവർത്തന പ്രവർത്തനങ്ങളും തമ്മിൽ പരസ്പര കണക്ഷനുണ്ട് എന്നതാണ്. അവരുടെ സക്സസ് ആയാലും മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇത് വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് സൃഷ്ടി പോലും ആവർത്തിച്ച് ചെയ്യുന്നുണ്ട് എന്നതാണ്. നിരന്തരം നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ കൊഴിഞ്ഞു പോവുകയും പുതിയ സെല്ലുകൾ ഉണ്ടാകുകയും നമ്മൾ പുതുതായിട്ട് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുക, ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളെയും നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ റിസൾട്ട് നമ്മളിൽ പതിയെ ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. താങ്ക്സ് ടു ഓൾ.